1201 ആണ്ട് മിഥുന മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 15/6/2026 മുതൽ 16/7/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. കർക്കിടക കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയം നക്ഷത്രവും ആയില്യ നക്ഷത്രവും ചേർന്നതാണ് കർക്കിടകക്കൂർ എന്ന് പറയുന്നത്. രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ആശ്വാസം ലഭിക്കുന്നു. അതുപോലെ തന്നെ ആയുർഭീതി, ഏതെങ്കിലും രീതിയിൽ ആയുസ്സിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഉള്ള കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. വഴക്കുകൾ, ബഹളങ്ങൾ എന്നിവയ്ക്ക് ശാന്തി ലഭിക്കുന്നു. ബന്ധുജനങ്ങളുമായിട്ടുള്ള വഴക്ക് ഒത്തുതീർപ്പാകുന്നു. കേസുകളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു. റിമാൻഡിൽ ഉള്ളവർക്ക് ജാമ്യം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ, കഷ്ടതകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. ശാരീരിക വേദന മറ്റുള്ള എല്ലാം മാറിക്കിട്ടും. ചിലർക്ക് വിവാഹം നടന്നു കിട്ടുന്നു. അതുപോലെ ചിലർക്ക് വിവാഹ നിശ്ചയമെങ്കിലും നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നാശനഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ സമ്പത്ത് നശിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടോ അതെല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനനാശം സംഭവിക്കും എന്നുള്ള ഭയം മാറിക്കിട്ടുന്നു. അവർക്ക് ചിലർക്ക് പ്രമോഷൻ ലഭ്യമാകുന്നു. ആലോചിച്ച് തീരുമാനത്തിലെത്താൻ സാധിക്കുന്നു. ഏത് കാര്യവും ആലോചിച്ച് വളരെ പക്വതയായി ഉറച്ചൊരു തീരുമാനത്തിലെത്താനായിട്ട് സാധിക്കുന്നു. ശത്രുശല്യം വളരെയധികം കുറയുന്നു. പല വിധത്തിലും ധനലാഭം ഉണ്ടാകാനായിട്ട് സാധിക്കുന്നു. പുതിയ ധനമാർഗം കണ്ടുപിടിച്ച് അഡീഷണലായി ഒരു വരുമാന മാർഗം കൂടി ലഭിക്കുന്നതിന് സാധിക്കുന്നു. ചിലർക്ക് സർക്കാരിൽ നിന്ന് സ്ഥിരമായോ താൽക്കാലികമായിട്ടുള്ള ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രാർത്ഥനകൾ വളരെ ആത്മാർത്ഥമായി ചെയ്യുക. കാരണം ഫലം കണ്ടെത്താനുള്ള സാധ്യത ധാരാളമായിട്ടുണ്ട്. അതുപോലെ ദേഹോദ്രവം ഏൽക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. തർക്കങ്ങൾ ഇതെല്ലാം കഴിയുന്നതും ഒഴിവാക്കുക. അപകടം വരാതെ ശ്രദ്ധിക്കുക. വാക്കുകൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അത് വളരെ വിനയായി മാറുന്നതാണ്. കുടുംബജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ദമ്പതിമാർ തമ്മിൽ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പഠിപ്പിന് ചില തടസ്സം വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും ബുധനും ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അല്ലെങ്കിൽ ഒരു രാശിയിൽ നിൽക്കുന്നതിനാൽ ബുധാദിത്യ യോഗം ഉണ്ടാകുന്നു. അത് മനസ്സിന് വളരെയധികം ശാന്തി ലഭിക്കുന്നതാണ്. ബുദ്ധിയൊക്കെ നേർവഴിയിലേക്ക് വരുന്ന, അതിൻ്റെ ബുദ്ധിയും മനസ്സും എല്ലാം കൂടി സംയോജിക്കുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം ഏത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയായിരുന്നാലും ശരി, അതിന് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നു. എൻജിനീയറിങ്, അധ്യാപനം, സാഹിത്യം ഇവയെല്ലാം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. സൂര്യൻ്റെ അടുത്ത് ചന്ദ്രൻ നിൽക്കുമ്പോൾ അമാവാസി യോഗം ഉണ്ടാകുന്നു. ഇത് മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകുക, ഇതൊരു കൺഫ്യൂഷൻ, ഏത് കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ ചിലർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാം. എന്നാലും ബിസിനസ്സിൽ മുൻഗണന നൽകുവാനും വിജയത്തിലെത്തുവാനും സാധിക്കുന്നു. മികച്ച നേതൃത്വ ഗുണം ഉണ്ടാകുന്നു. ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അവർക്കുണ്ടാകുന്നു. നേതൃത്വം സ്ഥാനവും അവർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തമായ ഒരു സമൂഹത്തിൽ ഒരു നല്ലൊരു പേര് ലഭിക്കുന്നതിനും ഉയർന്ന സ്ഥാനം ലഭിക്കുന്നതിനും ഉള്ള ഒരു ഭാഗ്യം അവർക്കുണ്ട്. അതുപോലെ മാതാപിതാക്കളിലേക്ക് അവരുടെ മക്കൾക്ക് നല്ല സ്വാധീനം ചെലുത്തുന്നതിന് സാധിക്കുന്നു. തിരിച്ചും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മക്കളിലും നല്ല സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു. കുട്ടികൾക്ക് വിദ്യാസമ്പന്നമായ ഒരു അറിവ് ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ഗുരു-ശുക്ര സംഗമത്തെക്കുറിച്ചാണ്. പല ഗുണങ്ങളും ലഭ്യമാകും. സാഹിത്യകാരന്മാർക്കും മറ്റു കലാകാരന്മാർക്കും സംഗീതജ്ഞന്മാർക്കും എല്ലാം വളരെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. അവരുടെ സൃഷ്ടികൾക്കെല്ലാം വളരെ അധികം ഗുണങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക നേട്ടം ധാരാളമായി ഉണ്ടാക്കാം. നല്ലൊരു വ്യക്തിത്വം അവർക്കുണ്ടാകുന്നു. നല്ല പേര് നാട്ടിലൊക്കെ കിട്ടുന്നു. ഉദാരമനസ്കനാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ഭൗതിക സുഖങ്ങളും ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ ഗുരു-ശുക്ര യോഗവും ഈ മാസം നടക്കുന്നതിനാൽ അതിന് സരസ്വതി യോഗമെന്ന് പറയുന്നു. ബുധ ഗുരു ശുക്ര യോഗമാണ് നടക്കുന്നത്. ഏത് കാര്യവും പെട്ടെന്ന് ഗ്രഹിക്കുന്നതിനുള്ള ഒരു കഴിവ് അവർക്ക്
കിട്ടുന്നു. ഏത് കാര്യം കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതിനെപ്പറ്റി പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനൊരു കഴിവ് ലഭിക്കുന്നു. ഉയർന്ന വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു. കൂടാതെ തന്നെ ഈ മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടാകുന്നു. ഏതെങ്കിലും തരത്തിൽ മീഡിയയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, പുതിയതായി മീഡിയയിൽ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ വളരെ ഗുണപ്രദമായ ഒരു സമയമാണിത്. അവരുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാനുള്ള നല്ല ഒരു സമയമാണ്. നല്ല രീതിയിൽ എല്ലാം അവതരിപ്പിക്കാനും സാധിക്കുന്നു. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഏറെ ഗുണകരമായ ഒരു കാലഘട്ടമാണ്. ധനഭാഗ്യം വിദ്യാഭ്യാസത്തിലൂടെയും അറിവിലൂടെയും സമ്പാദിക്കാൻ പറ്റിയ ഒരു സമയമാണിത്. അതുപോലെ തന്നെ കുടുംബ സൗഖ്യം ഉണ്ടാകുന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അവിടെയും ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ പ്രായത്തിനനുസരിച്ചാണ് ഫലങ്ങൾ പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കാം. ആരോഗ്യവും സമ്പത്തും ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഒരു തടസ്സവുമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. കുടുംബത്തിൽ പുതിയ വാഹനം വന്നു ചേരും, അത് വാങ്ങുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഭൂമിയും വാങ്ങുവാൻ സാധിക്കുന്നു. സർക്കാരിൽ നിന്നും കുടുംബത്തിന് പല നേട്ടങ്ങളും ഉണ്ടാകുന്നു. പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടന്ന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം നേടിക്കിട്ടുന്നു. സർട്ടിഫിക്കറ്റ് ആയിരുന്നാലും പണമായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും അതെല്ലാം ലഭിക്കുന്നു. കൃഷി ഉപജീവനമാക്കിയ കുടുംബത്തിന് പല നേട്ടങ്ങളും ഉണ്ടാകുന്നു. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം വളരെയധികം കുറയുന്നതായിട്ടാണ് ഈ കാണുന്നത്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. വലിയ രോഗങ്ങളൊന്നുമല്ല. സ്വന്തം വീട്ടിൽ നിന്നും മാറി വേറെ വീട്ടിൽ വസിക്കുന്നതിനും ഒരു യോഗമുണ്ട്. എന്നിരുന്നാൽ തന്നെയും വിദ്യാഭ്യാസം യാതൊരു തടസ്സവുമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് വിദേശത്ത് പോയി പഠിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും കാണുന്നുണ്ട്. അച്ഛനമ്മമാർക്ക് ജോലി സഹിതം അവർ വിദേശത്തേക്ക് പോകുന്നെങ്കിൽ അതുകൊണ്ടാകാം. അല്ലെങ്കിൽ ഈ കുട്ടി പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ പൂർണ്ണമാക്കിയിട്ട് വിദേശത്തേക്ക് പോയി പഠിക്കാനും ഭാഗ്യമുണ്ട്. പല രീതിയിലും ധനനേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചില പുണർദ നക്ഷത്രക്കാർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കുന്നതിനും അതുപോലെ സന്താന ഭാഗ്യവും കാണുന്നുണ്ട്. ചിലർക്ക് നല്ലൊരു തൊഴിൽ ലഭ്യമാകാം. തൊഴിൽ ലഭ്യമാക്കിയാൽ അവർക്ക് ഒരു നല്ലൊരു തൊഴിൽ കിട്ടുകയാണെങ്കിൽ അത് വേണ്ടാന്നൊരിക്കലും വയ്ക്കരുത്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വളരെയധികം ഗുണമുള്ള ഒരു സമയമാണ്. ചിലർക്ക് സാഹിത്യരംഗങ്ങളിൽ പ്രശസ്തരാകാനായിട്ട് സാധിക്കും. ചിലർക്ക് ഗവേഷണ രംഗത്തേക്ക് തിരിയുന്നതിനും ഒരു ഭാഗ്യം കാണുന്നുണ്ട്. ധനസമ്പാദ്യം അത് സാധ്യമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പല വിലപ്പെട്ട വാഹനങ്ങൾ അവർക്ക് സ്വന്തം ആഗ്രഹിച്ചിരുന്ന ഒരു വില കൂടിയ വാഹനം വാങ്ങണമെങ്കിൽ അതും സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് വീടും സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മാനഹാനി വരാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പേരുദോഷം ഉണ്ടാകരുത്, അത് എല്ലാത്തിനെയും ബാധിക്കും. അടുത്ത ബന്ധുവിൻ്റെ ഒരു വിരഹം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചില രോഗങ്ങളും വന്നേക്കാം, എങ്കിലും അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് കാണുന്നില്ല. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ചതി, വഞ്ചന മുതലായവയിൽ അകപ്പെടാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പലരും ചതിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോവുകയോ എന്തെങ്കിലും തരാമെന്ന് പറയുകയോ ചെയ്താൽ അവ സമയത്തിന് തരാണ്ടിരിക്കുക, അതുമൂലം വഞ്ചനയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ശത്രുശല്യം ചിലപ്പോൾ ഉണ്ടാകാം. അപവാദം കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം. കേസുകൾ വരാനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ചതിയിലും വഞ്ചനയിലും പെടാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചില രോഗങ്ങളും അരിഷ്ടതകളും വരുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്ക് ഈ സമയം അന്യദേശവാസം കൂടി കാണുന്നുണ്ട്. ഭൂമി വാങ്ങുന്നതിന് സാധിക്കുന്നു. വസ്തുവും അതുപോലെ തന്നെ തോട്ടം എന്നിവ വാങ്ങുന്നതിനും ഇവർക്ക് യോഗം കാണുന്നുണ്ട്. ചില നാൽക്കാലികളിൽ നിന്നും ചിലർക്ക് നാൽക്കാലികളിൽ നിന്നും വളരെയധികം ലാഭം കിട്ടുന്നു. ആടുമാടൊക്കെ വളർത്തി ഉള്ളവർക്ക് നല്ല ലാഭം കിട്ടുന്നു. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ള കാലത്ത് വീട്, വാഹനം, ഭൂമി എന്നിവ വീണ്ടും അവർക്ക് സ്വന്തമാക്കാനായിട്ട് യോഗം കാണുന്നുണ്ട്. ഈ ഒരു കാരണവശാലും ദുർജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാകരുത്. ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറെ ദോഷങ്ങൾ ഈ സമയം അവർക്ക് ഉണ്ടാകുന്നു. അതുപോലെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകേണ്ട ഒരു സമയമാണ്. ആയതിനാൽ ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഐശ്വര്യം വരുന്നതിന് തടസ്സമുണ്ടാകുന്നു. അധികാരികളിൽ നിന്നും ചില
അംഗീകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധാരാളം ധനം സമ്പാദിക്കാനും നിക്ഷേപ പദ്ധതികളിൽ സമ്പാദിക്കാനും സാധിക്കുന്നു. ഖനന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് രത്നങ്ങളും സ്വർണവും ഒക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ഇവർക്ക് ഏറെ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില പുണർദ നക്ഷത്രക്കാർക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക്, ആ പുണർദ നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും ഏറെ പ്രതികൂലമായ ചില നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ചില രോഗങ്ങൾ, അരിഷ്ടതകളൊക്കെ ഉണ്ടായേക്കാം. ചിലർക്ക് ചില കാര്യത്തിൽ ധനനഷ്ടം വരാം. ഏതോ ഒരു കാര്യത്തിലൊക്കെ അവർക്ക് ധനനഷ്ടം വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചാൽ മതി, വളരെ ശ്രദ്ധിക്കുക. ഈ സമയം ആർക്കും പണം കടമായിട്ട് കൊടുക്കാണ്ടിരിക്കുക. അത് തിരിച്ചു കിട്ടാനത് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വീഴ്ച വരാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വീണ് കഴിഞ്ഞാൽ എല്ലൊടിയുന്നതിനും മറ്റുള്ള സാധ്യത കാണുന്നതിനാൽ ഒരു സർജറി കാണുന്നുണ്ട് ഈ സമയത്ത്. അതുപോലെ തന്നെ ഈ കഷ്ടപ്പാടുകളെല്ലാം കുറച്ച് മാസങ്ങളൊക്കെ ഉണ്ടാകും. ഇത് കഴിയുമ്പോൾ ഇത് മാറിയിട്ട് നല്ലൊരു സമയം വരുന്നൊരു കാലമാണ്. രോഗങ്ങളും അനിഷ്ടതകളും എല്ലാം മാറിക്കിട്ടുന്നു. കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്തുവാനും സാധിക്കുന്നു. അടുത്ത പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 14 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് കുടുംബത്തിലുള്ളവർ ഈ കാലം ആരുമായും തർക്കത്തിലോ വഴക്കിലോ ഒന്നും പോകരുത്. അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ നിന്നും വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചില സമയങ്ങളിൽ ഉണ്ടായേക്കാം. ചില രോഗങ്ങൾ ഉണ്ടാകാം. ക്രമേണ ഈ കഷ്ടതകളെല്ലാം മാറി പുരോഗതിയിലേക്ക് കുടുംബം വരും. വിദ്യാഭ്യാസം, ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം ഒരു തടസ്സവുമില്ലാണ്ടും മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. 14 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് ക്രമേണ പുരോഗതി എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നു. അതുപോലെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസം നല്ല രീതിയിൽ പോകുന്നു. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. കൂടാതെ സാമാന്യ നല്ല തസ്തികകളിൽ ഇവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ചിലർ പ്രത്യേക തൊഴിലിൽ ചേരുന്നതായിട്ടും കാണുന്നു. ചില പ്രത്യേക സാങ്കേതിക തൊഴിലുകളിൽ ചിലർ ഉന്നത വിദ്യാഭ്യാസം നടത്തി അതിൽ പ്രവേശിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലർക്ക് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാം. അസൂയുള്ള ആൾക്കാരുടെ ശല്യവും ഉണ്ടാകാം. വിവാഹിതനാകാനും അത് ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സന്താന ഭാഗ്യങ്ങളും കാണുന്നുണ്ട്. ഈ സമയം ചിലർക്ക് ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം. അതുമായതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം ഇവിടെ ശ്രദ്ധിക്കുന്നത് വരുംകാലങ്ങളിൽ വളരെ ഗുണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് ദമ്പതിമാർ തമ്മിൽ അകന്നു താമസിക്കുന്നതിനുള്ള ഒരു യോഗം കാണുന്നു. ഒരുപക്ഷെ ഇത് ജോലി സംബന്ധമായിട്ട് രണ്ടും 2 ദേശങ്ങളിലായിരിക്കാം. അധികാര സ്ഥാനങ്ങളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ മേലധികാരികളിൽ നിന്നോ അല്ലാത്തവർക്ക് സർക്കാരിൽ നിന്നോ ഉള്ള അധികാരികളിൽ നിന്നൊക്കെ ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ മോഷ്ടാക്കളിൽ നിന്ന് ശല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കാരണം ഈ സമയം പലതും നിങ്ങളുടെ വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ കമ്പനിയിൽ നിന്നൊക്കെ പലതും മോഷണം പോകാനായിട്ട് സാധ്യതയുണ്ട്. വിലപ്പെട്ട വസ്തുക്കൾ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കുക. സ്വഭവനത്തിൽ നിന്നും വേറൊരു ഭവനത്തിലേക്ക് മാറുന്നതിൻ്റെ ഇടയിലും പലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ വിലകേറിയ വസ്തുക്കൾ കയ്യിൽ തന്നെ കരുതുക. ശത്രുക്കളുടെ ഉപദ്രവം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറിക്കിട്ടുന്നു. എല്ലാം നേരെയാകുന്നു. ഭയമെല്ലാം മാറിക്കിട്ടുന്നു. കഷ്ടതകൾ മാറിക്കിട്ടുന്നു. ധനത്തിനും സമ്പത്തും അവർക്ക് യഥേഷ്ടം ലഭ്യമാകാനും ഒരു യോഗം കാണുന്നുണ്ട്. 38 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ ഒന്നും തടസ്സമില്ലാതെ പോകാം. മുൻകാലങ്ങളിൽ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ എല്ലാത്തിനും തടസ്സമാണ്. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് തടസ്സം, ബാങ്കിൽ ചെന്നാൽ ലോൺ കിട്ടുന്നതിന് തടസ്സം, അതെല്ലാം മാറിക്കിട്ടുന്നു. തൊഴിലിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നു. പ്രൊമോഷൻ കിട്ടാം. അല്ലെങ്കിൽ വേറൊരു കമ്പനിയിലാണെങ്കിൽ അവിടെ ഉയർന്ന തസ്തികയിൽ ജോലി ലഭിക്കാം. ബിസിനസ് നടത്തുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ വളർച്ച ലഭിക്കാം. ഈ സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം, ഭൂമി, വീട് എന്നിവ സ്വന്തമാക്കുന്നതിനും ഒരു ഭാഗ്യമുണ്ട്. നല്ലൊരു സാമ്പത്തിക സ്ഥിതി വരുന്നതിനും മെച്ചപ്പെട്ട വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന സാമ്പത്തിക നിക്ഷേപങ്ങളിൽ അവർക്ക് നിക്ഷേപിക്കുന്നതിനും ഉള്ള ഒരു സമയവും കൂടിയാണിത്.
മേലധികാരികളിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. ശത്രുശല്യം കുറയുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു കിട്ടുന്നു. ഒന്നിനും ഒരു തടസ്സം വരാതെ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. വേണ്ടപ്പെട്ടവരുടെ ഒരു മരണം സംഭവിക്കാം, എന്നിരുന്നാലും അത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല. ചിലർ മാട് ഫാമുകൾ തുടങ്ങിയവ വഴി അവർക്ക് ധനലാഭം ധാരാളം ഉണ്ടാക്കാനും യോഗം കാണുന്നുണ്ട്. ചിലർക്ക് റിയൽ എസ്റ്റേറ്റ് വ്യാപാരം വഴിയും അവർക്ക് വളരെയധികം വിജയിക്കുവാനായിട്ടുള്ള ഭാഗ്യവും ഈ സമയം കാണുന്നുണ്ട്. ചെറിയ അസുഖങ്ങൾ വരുമെങ്കിലും അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നില്ല. 58 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് പലവിധ ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ചിലർക്ക് ചില രോഗങ്ങളും വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ സർക്കാരിൽ നിന്നും ചില പ്രതികൂല നടപടികൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. എന്തെങ്കിലും കാര്യത്തിന് സർക്കാർ ഓഫീസുകൾ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നൊരു സർട്ടിഫിക്കറ്റോ കാര്യസാധ്യമോ ഉണ്ടാകുന്നില്ല. കുറച്ച് താമസം വരാം. കോപം കൂടുതൽ ഉണ്ടാകാൻ ഈ സമയം കുറേ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. സ്വന്തമായി വ്യാപാരം നടത്തുന്നവർക്ക് വളരെയധികം സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാണ്. അന്യദേശവാസവും കാണുന്നുണ്ട്. വിദേശത്ത് പോയി ബിസിനസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മക്കളൊക്കെ അവിടെ താമസമുണ്ടെങ്കിൽ അവിടെ കുറച്ചു കാലം താമസിക്കുന്നതിനോ ഒക്കെ ഉള്ള യോഗം അവർക്ക് കാണുന്നുണ്ട്. ചിലർക്ക് കെയർ ടേക്കറായോ ലോക്കൽ ഗാർഡിയനായോ തൊഴിൽ നേടാനായിട്ടും ഈ സമയത്തേക്ക് സാധ്യതയുണ്ട്. ചിലർക്ക് ദത്തു പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. 64 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ലൊരു സമയമാണ്. അവർക്ക് ഭൂമിയും മറ്റു വസ്തുവകകളും അവർക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുന്നു. നിക്ഷേപങ്ങളിൽ നിന്നും മികച്ച രീതിയിലുള്ള ആദായം അവർക്ക് ലഭിക്കുന്നു. വസ്ത്ര വ്യാപാരികൾക്ക് ഏറെ ഗുണകരമായ ഒരു കാലമാണ്. ബന്ധുക്കളും പഴയകാല സ്നേഹിതന്മാരുമായി അവർക്ക് സൗഭാഗ്യങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. ജീവിതത്തിൽ ഒരു തൃപ്തി ഉണ്ടാകുന്നു. ഏതിനും ഒരു തൃപ്തി ഉണ്ടാകുന്ന അത് വളരെയധികം ഒരു നേട്ടമുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു തൃപ്തി ഉണ്ടാകുക എന്നുള്ളത്. മോഷ്ടാക്കളെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊക്കെ തക്ക സമയത്ത് ചികിത്സിക്കുന്നതിനാൽ അതിൽ നിന്നെല്ലാം സുഖം പ്രാപിക്കുന്നു. സർക്കാരിൽ നിന്നും ഈ സമയം ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 74 വയസ്സിന് മുകളിലോട്ടുള്ള പൂയം നക്ഷത്രക്കാർക്ക് കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ വിജയം ലഭിക്കാം. അത് സിവിൽ കേസായിരുന്നാലും എന്ത് കേസായിരുന്നാലും അതിലൊക്കെ നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കോർട്ടിന് വെളിയിൽ വെച്ചത് സെറ്റിൽമെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ചതി വഞ്ചന എന്നിവ ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഓരോന്ന് ചെയ്യുക. ചെറിയ അസുഖങ്ങൾ ഗുരുതരമാകാം എന്നുള്ളതിനാൽ വൈദ്യസഹായം തേടുക. ചെറിയ അസുഖമാണെന്ന് പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കാതെ വൈദ്യസഹായം തേടിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഗുരുതരമാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കണ്ണിലും വയറ്റിലുമാണ് ഈ അസുഖം കൂടുതൽ ബാധിക്കാൻ സാധ്യത. അടുത്തത് ആയില്യം നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ്. 9 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന ഒരു സമയമാണ്. കലയിലും സാഹിത്യത്തിലും ഇവർക്ക് താല്പര്യമുണ്ടാകാം. ശത്രുശല്യത്തിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് ഭാഗ്യം കൊണ്ട് അവർക്ക് സാധിക്കുന്നു. പല വിലപ്പെട്ട സമ്മാനങ്ങളും ഈ സമയം അവർക്ക് ലഭിക്കാം. അതുപോലെ തന്നെ ചില വിഷ വസ്തുക്കളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം യാതൊരു തടസ്സവുമില്ലാണ്ട് നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ശത്രുക്കളിൽ നിന്നും ചില ദോഷങ്ങൾ ഉണ്ടാകാം. പല പ്രകാരത്തിലും ചൂഷണം ഉണ്ടാകാം. എങ്കിലും വിദ്യാഭ്യാസം യാതൊരു തടസ്സവുമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചതി വഞ്ചന മുതലായവ നടക്കാൻ സാധ്യതയുള്ളതിനാൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സംഭവിക്കാൻ പാടില്ലാത്ത പലതും കുടുംബത്തിൽ നടന്നെന്നിരിക്കാം. സ്വന്തം ഭവനം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ധനലാഭം ഉണ്ടാകാം. വാഹനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ സമയം ഒരു അപകട സാധ്യത കാണുന്നുണ്ട്. അന്യർക്ക് ദുഃഖം ഉണ്ടാകാൻ വിധം നിങ്ങളെക്കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകരുത്. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് മിക്കവാറും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സമയമാണ്. വിചാരിച്ചതുപോലെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ശരിക്ക് പോകുന്നു. മികച്ച വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നു. പ്രതീക്ഷിച്ചതിലും മികച്ച തൊഴിലും അവർക്ക് ലഭ്യമാകാം. ചിലർക്ക് വളരെ ഉയർന്ന പദവിയിലുള്ള തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങളും സമ്പാദ്യങ്ങളും ഉണ്ടാകാം. വിവാഹവും സന്താനഭാഗ്യവും ഉണ്ടാകുന്നു. തൊഴിൽ സമ്പന്നമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. തൊഴിലിൽ നിന്ന് നല്ല രീതിയിൽ ആദായം ലഭിക്കുന്നു.
ചിലർക്ക് നവരത്നങ്ങൾ, സ്വർണം, വെള്ളി മുതലായവ അവർക്ക് വിലപിടിച്ച വസ്തുക്കൾ അവർക്ക് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്കാണെങ്കിൽ പുരാവസ്തു ശേഖരങ്ങളും വിലപിടിപ്പുള്ള പുരാവസ്തു ശേഖരങ്ങളും ലഭ്യമാകാം. മതപരമായ ചില പൂജകൾ നടത്തുന്നതായും ഈ സമയം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ചില ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് സാധിക്കുന്നു. പുതിയ ബന്ധങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് വിവാഹം വഴിയുള്ള ബന്ധങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ മിത്രപരമായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ടാകാം. ധനം സമ്പാദിച്ച് അതിൽ നിന്നും നിക്ഷേപങ്ങൾ നടത്തുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് സർക്കാർ മുതലായ അധികാര സ്ഥാപനങ്ങളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സർക്കാർ ഓഫീസുകൾ സമീപിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് കാലതാമസം ഉണ്ടാകാം. ഉറ്റമിത്രങ്ങളും ബന്ധുക്കളുമായി പിണങ്ങുന്നതിനും അവരുമായി വിരോധത്തിന് പാത്രമാകുന്നതിനും ഈ സമയം ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ ആരെയും കഴിയുന്നതും വെറുപ്പിക്കാണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ദമ്പതിമാർ തമ്മിൽ വഴക്കുണ്ടാകാനും ദേഷ്യം, തർക്കം എന്നിവ ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. പനി, ജ്വരം മുതലായവ വരാൻ സാധ്യതയുണ്ട്. എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായി പോയി എന്ന് ചിലപ്പോൾ ചിന്തിക്കേണ്ടതായിട്ടും വന്നേക്കാം. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ല കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തടസ്സമില്ലാണ്ട് നടന്നു പോകുന്ന ഒരു സമയമാണ്. തൊഴിലിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകാം. പിണങ്ങി കഴിയുന്ന അകന്ന ബന്ധുക്കളും മിത്രങ്ങളെല്ലാം ഒരുമയിലെത്താനായിട്ടും ഒരു സാധ്യതയുണ്ട്. ശത്രുക്കളെയും അസൂയാലുക്കളെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ സമയം. വീടും വാഹനങ്ങളും സ്വന്തമാക്കാനായിട്ടുള്ളൊരു ഭാഗ്യവും ഈ സമയം കാണുന്നുണ്ട്. നല്ല രീതിയിൽ ധനസമ്പാദനം നടത്തുവാൻ സാധിക്കുന്നു. കാർഷിക മേഖലയിൽ നിന്നും ഏറെ ധനം ലഭിക്കുന്നു. അതുപോലെ ഭൂസ്വത്തൊക്കെ വിറ്റിട്ട് അതിൻ്റെ പണം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ ദോഷങ്ങളായിട്ടൊന്നും കാണുന്നില്ല. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള കാലത്ത് കേസുകളുണ്ടെങ്കിൽ വിജയം ലഭിക്കാം, അല്ലെങ്കിൽ ഒത്തുതീർപ്പ് വഴി ഗുണം ലഭിക്കാം. പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ചതിവിലും വഞ്ചനയിലും അകപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില രോഗങ്ങൾ വരാം. തീപിടുത്തം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം, അശ്രദ്ധ കാണിക്കരുത്. അതിഥികൾ വീട്ടിൽ വരിക, ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതും നിങ്ങൾക്ക് ഗുണകരമായി വരുന്നൊരു സമയമാണ്. പിതാവ്, മാതാവ് ഇവർക്ക് വിരഹം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 59 മുതൽ 77 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ഒരുവിധം കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാം എങ്കിലും നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മോഷ്ടാക്കളിൽ നിന്നും ഭയം വരാം. അന്യദേശത്തേക്ക് പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില നേട്ടങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു. അവർക്ക് ചില സമ്മാനങ്ങളും അവാർഡുകളൊക്കെ കിട്ടുന്നതിനുള്ള സാധ്യത അവർക്ക് കാണുന്നുണ്ട് സർക്കാരിൽ നിന്ന്. അതുപോലെ കൃഷിഭൂമി വാങ്ങുന്നതിനും അതുവഴി നേട്ടമുണ്ടാക്കുന്നതിനും ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുമായി പിണങ്ങേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നത് അത് ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന കൂടി അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള പൂജാപരമായോ ജാതകപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന മിഥുന മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.